ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിലെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും മോഷൻ ഓഫ് കണക്റ്റഡ് സിസ്റ്റംസ് എന്ന ടോപ്പിക്കിൽ വരുന്ന പുള്ളി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെങ്ങനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നുമാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പൊതുവേ ഒരു കൺഫ്യൂഷൻ വരികയും ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു പോർഷനാണ് പുള്ളി. പക്ഷേ നിങ്ങളിത് മുഴുവൻ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല 2020 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്കും അതിൻ്റെ കോൺസെപ്റ്റ്സിലേക്കും പോകാം. പൊതുവേ കുട്ടികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ് പുള്ളിയുടെ പ്രോബ്ലം. അപ്പോൾ ഈ പുള്ളി പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പുള്ളിയിലൂടെ 2 മാസ് ഹാങ് ചെയ്തിരിക്കുകയാണ്. 2 കിലോഗ്രാം ആൻഡ് 4 കിലോഗ്രാം. ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റവും ടെൻഷനുമാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് 2 ഫോർമുലയുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഫോർമുല ഓർത്ത് വെക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്നുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാമിൻ്റെ ഒരു വെയിറ്റ് താഴോട്ടുണ്ട് അല്ലേ, 4g. 2 കിലോഗ്രാമിൻ്റെ 2g. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിലും ഏറ്റവും വലിയ മാസ് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 4. അപ്പോൾ അതേ 4 × g എടുക്കുക. 4g - 2g ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4 + 2 6. അപ്പോൾ 4g - 2g എടുക്കുമ്പോൾ 2g/6. ജിയുടെ വാല്യൂ കൊടുത്ത് ചെയ്യുക, ആൻസർ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്? 2 മാസം ഹാങ് ചെയ്തിരുന്നാൽ ഇതിൽ ഏത് മാസാണ് വലുതെന്ന് നോക്കുക. അപ്പോൾ ആ വലുത് ഏതാണോ ആ മാസ് ഇൻറ്റു ജി. 4 × g - 2 × g ഡിവൈഡഡ് ബൈ 2 + 4. വളരെ സിമ്പിളാണ്. ഇനി ടെൻഷൻ ടി, അതിനുവേണ്ടി നിങ്ങൾ ഈ 2 മാസിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. അതായത് ദാറ്റ് ഈസ് 4 × 2. എന്നിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക, ഇൻറ്റു 2g ഡിവൈഡഡ് ബൈ 4 + 2. 4 × 2, അതായത് മാസസ് m1 m2 ആണെങ്കിൽ m1 × m2 എടുക്കുന്ന പോലെ 4 × 2 ഇൻറ്റു 2g ഡിവൈഡഡ് ബൈ 4 + 2. 4 × 2 8, 8 × 2 16, 16g ഡിവൈഡഡ് ബൈ 4 + 2 6. ഈ രീതിയിൽ സോൾവ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ the blocks A, B, C of mass m each have acceleration a1, a2, a3 respectively. F1 and F2 are external forces of magnitude 2 mg and mg respectively. Then നമുക്കിവിടെ 3 ഫിഗർ തന്നിട്ടുണ്ട്, എന്നിട്ട് 4 ഓപ്ഷൻസും ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ സിസ്റ്റത്തിൽ ഒരു m മാസ് ഉണ്ട്, 2 mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സിസ്റ്റത്തിൽ m-ഉം 2m-ഉം 2 മാസസ് ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സിസ്റ്റം വരുമ്പോൾ m മാസ് ഒരു സൈഡിലുണ്ട്, അടുത്ത സൈഡിൽ m മാസും ഉണ്ട്, ഒരു mg ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സിസ്റ്റത്തിലെയും ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഓപ്ഷനിൽ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ ഒരു 2 mg ഫോഴ്സും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു m മാസും ഉണ്ട്. Therefore, acceleration A is equal to 2 mg minus mg. ഇപ്പോൾ ടോട്ടൽ ഫോഴ്സായി ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അവിടെ ഒരു m മാസ് മാത്രമേ ഹാങ് ചെയ്തിട്ടുള്ളൂ, m. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു mg/m ആണല്ലേ, mg/m. mg/m വിച്ച് ഇസ് ഈക്വൽ ടു g. സോ ഇവിടെ ആക്സിലറേഷൻ A ഈക്വൽ ടു g തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ നടുക്കത്തെ സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ അവിടെ 2 മാസ് ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ആക്സിലറേഷൻ A ഇസ് ഈക്വൽ ടു 2mg മൈനസ് mg ഡിവൈഡഡ് ബൈ 2m + m 3m. 2mg മൈനസ് mg എന്ന് പറയുന്നത് mg ആണ്, mg/3m. mg/3m. m ക്യാൻസൽ ചെയ്താൽ g/3. സോ ആക്സിലറേഷൻ A g/3 എന്ന് കിട്ടുന്നു.
ഇനി നമുക്ക് മൂന്നാമത്തെ ഫിഗറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു സൈഡിൽ മാസ് എം ഉണ്ട്, അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ഒരു എം മാസും ഉണ്ട്, F2 = mg എന്ന് പറഞ്ഞ ഫോഴ്സും ഉണ്ട്. സോ റൈറ്റ് സൈഡിലാണ് ടോട്ടൽ ഫോഴ്സ് കൂടുതൽ, F2 + mg ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഫോഴ്സ് F2, അതായത് mg + mg 2mg ഉണ്ട്. സോ ആക്സിലറേഷൻ A = 2mg മൈനസ് ലെഫ്റ്റിൽ ഒരു mg ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം 2 മാസേ ഉള്ളൂ. F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അത് മാസമായിട്ട് നമുക്ക് എടുക്കണ്ട. m + m 2m. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2mg മൈനസ് mg എന്ന് പറഞ്ഞാൽ mg ആണ്. mg/2m എടുത്തു കഴിയുമ്പോൾ m ക്യാൻസൽ ചെയ്തിട്ട് g/2 എന്ന് കിട്ടുന്നു. ആക്സിലറേഷൻ A = g/2. സോ നമുക്കിവിടെ ആൻസേഴ്സ് നോക്കുമ്പോൾ A1 കിട്ടിയിരിക്കുന്നത് g ആണ്. A1 = g എന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. A2 = g/3 എന്നാണ് കിട്ടിയത്. A2 = g/3 എന്ന് കിട്ടി. A3 = g/2. A3 = g/2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് A1 > A3 > A2, അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. 2020 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 bodies of mass 4 kg and 6 kg are tied to the ends of a massless string. The string passes over a pulley. The acceleration of the system in terms of acceleration due to gravity is 4 ഓപ്ഷൻസും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 കിലോഗ്രാമും 6 കിലോഗ്രാമും ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എടുക്കേണ്ടത് 6 - 6g - 4g ഡിവൈഡഡ് ബൈ 6 + 4 10. 6g - 4g ആകുമ്പോൾ 2g/10 g/5 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ പുള്ളി എന്ന ടോപ്പിക്കിൽ നിന്നും കൂടുതൽ തിയറി പോർഷൻ, അതിൻ്റെ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല ഇതുപോലുള്ള മറ്റു ഡിഫിക്കൽട്ട് ഏരിയാസിൽ വരുന്ന ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.